ഹായ്, എല്ലാവർക്കും നമസ്കാരം. പൊങ്കൽ ഇനിയിൽ വാഴ്ത്തുക്കൾ. അത് കാരണം ഒരുപാട് അപ്ഡേറ്റ് വരുന്നു. കങ്കുവിന്റെ അപ്ഡേറ്റ് വന്നു, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അപ്ഡേറ്റ് വന്നു. അതല്ലാണ്ട് മോർണിംഗിൽ വേറെ കുറെ അപ്ഡേറ്റ് വന്നിരുന്നു. അങ്ങനെ അപ്ഡേറ്റുകളുടെ ഒരു പൂരം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ അതല്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പൂരം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 വരാനിരിക്കുന്ന ഇന്ത്യൻ സിനിമ എടുത്താൽ തന്നെ അതിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്നാണ് കങ്കുവ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തുടങ്ങിയ സിനിമകൾ. പ്ലസ് ഒരു സിനിമയുണ്ട് തങ്കലാൻ. മോനെ, ചിയാൻ വിക്രം എന്ന് പറഞ്ഞ മജീഷ്യൻ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത്രയും, അതായത് മേക്ക് ഓവറുകളുടെ രാജകുമാരൻ എന്നോ രാജാവ് എന്നോ വിളിക്കാവുന്ന പുള്ളിക്കാരന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന സിനിമ ആൻഡ് പാ രഞ്ജിത്ത്. ആ വാക്കും ഒരു പ്രതീക്ഷയാണ്. സോ ഓണാകെ അപ്പോഴേക്കും ലോക്കായി. അവരുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കാരണം ചില പ്രശ്നങ്ങളും ആളുകൾ പറയുന്നുണ്ട്. കങ്കുവയ്ക്ക് ഒരു ഭീഷണിയാണോ എന്നുള്ള ചോദ്യങ്ങൾ വരെയുണ്ട്. എനിവേ, പോസ്റ്റർ ഇതാണ്. കിണ്ണം കാച്ചിയ പോസ്റ്റർ എന്ന് ധൈര്യമായിട്ട് പറയാം. ജസ്റ്റ് വാവ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ് എന്ന് പറഞ്ഞൊരു വിലക്കമല സാധനങ്ങളാണ് നമ്മുടെ വായിൽ വരുന്നത്. ഇനി ഇത് ശരിക്കും വാവാണ്. കാരണം ജസ്റ്റ് സൂം ചെയ്ത് നമ്മുടെ ചിയാൻ വിക്രം നിൽക്കുന്നത് നോക്കിയാൽ വാവ്, ശരിക്കും വാവ്. എന്താ സാധനം! ഹോ നമ്മുടെ ഷാൻ റഹ്മാൻ പറഞ്ഞ പോലെ ഹോ, ഈ ലെഫ്റ്റ് നെഞ്ചിലെ പുലിയൊക്കെ മാന്തിയ പോലെ അങ്ങനെ ഒരു നഖത്തിന്റെ മാന്തലിന്റെ പാട് കാണുന്നുണ്ട്. ആ നൃത്തവും മട്ടും ഭാവവും പോസും, കാലിലൊക്കെ റൈറ്റ് കാലിൽ മുഴുവൻ മുട്ടിന്റെ തൊട്ട് താഴെ വരെ മറ്റേ ബാൻഡേഡ് ഇങ്ങനെ ചുറ്റിയിരിക്കുകയാണ് ടൈറ്റ് ആയിട്ട്. അതിന്റെ കോലം ഓൾറെഡി എത്രയോ പറഞ്ഞു, വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് തന്നെ മതിയാവും. അമ്മ അതൊരു സാധനം. എന്താലേ, ശരിക്കും ഒരു ഭയങ്കരമായിട്ടുള്ള ടെറർ ആയിട്ടുള്ള ഒരു ഒരു ഗോത്രം. ആ ഗോത്രത്തിൽ ഒരു നേതാവ് എന്നൊക്കെ തോന്നുന്ന ടൈപ്പ് സാധനം. ഇപ്പൊ കങ്കുവയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു സാധനമുള്ളൂ. കങ്കുവ എന്ന് പറയുന്നത് ഒരു ഗോത്രമാണ്. ആ ഗോത്രത്തിലെ കങ്കുവൻ എന്ന് പറയുന്ന അത്രയും എന്താ പറയാ, ഒരു ക്രൂവലായിട്ടുള്ള, നമുക്കത് ഭയങ്കരമായിട്ട് മനസ്സിലാവും. അതുപോലെ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള, അത് ടെറിഫിക് എന്നൊക്കെ നമ്മൾ പറയില്ല, എന്താ പറയാ, അത് ഒരു ഇവിടെ ക്രൂരതയല്ല, അതിനപ്പുറത്തേക്ക് എന്ത് സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിലൊക്കെ ധൈര്യമായിട്ട് നിൽക്കുന്ന ഒരാൾ. എന്ത് വന്നാലും വരട്ട പുല്ല് നോക്കാം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല. അതും നമുക്ക് അത് ആ മുഖത്ത് ചിരിയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. എപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്ന, എല്ലാം സീരിയസ് ആയിട്ട് കാണുന്ന, ചിരിച്ചാൽ തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു പേടിപ്പെടുന്ന അങ്ങനത്തെ ഒരു ആളുണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു ലുക്കാണ് ഇതില് ഈ ചിയാൻ വിക്രമിനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ആൻഡ് മേക്ക് ഓവറുകളുടെ ഐ ആവട്ടെ സിനിമ അതുക്കും മേലെ. പ്ലസ് എത്രയോ സിനിമകൾ എടുക്കുകയാണെങ്കിൽ ഓരോന്നായിട്ട് എടുക്കണം. അങ്ങനെ എത്രയോ അങ്ങനൊക്കെ സി അതൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെ ചെയ്ത ഒരാൾ, അയാളുടെ ഒരു പുതിയ മേക്ക് ഓവർ കാണുമ്പോൾ, അതും ഇതുവരെ ചെയ്തിൽ നിന്ന് അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു സാധനം. അത് ഫസ്റ്റ് ലുക്ക് വന്നപ്പോഴാണെങ്കിലും അതിന്റെ ഒരു ട്രെയിലർ, ആ ടീസറോ വന്ന് ആ സാധനം വന്നപ്പോഴാണെങ്കിലും അതൊക്കെ എന്താണ്, ആ പാമ്പിനെ ഇങ്ങനെ മുറിച്ചിങ്ങനെ ഇടുന്ന ഒരു സാധനം, അത് മതി ഇതിന്റെ ക്ലാസ്, ഒരു ഭീകരത മനസ്സിലാക്കാൻ വേണ്ടി. ശരിക്കും അതാണ് ഭീകരമായിട്ടുള്ളൊരു ഒരു ലുക്ക്. അത്തരത്തിലൊരു സാധനമാണ് ഇതിൽ നിൽക്കുന്നതാണെങ്കിലും. ആ കയ്യിലെ വടിയും ആ തുമ്പ് മുകൾ ഭാഗം വളഞ്ഞിട്ടുള്ള വടിയും അതിൽ കെട്ടിയിരിക്കുന്ന തുണി, കഴുത്തിലെ മാല, എന്താ പറയാ, താടി, മുടി, ഭയങ്കരം. ലെഫ്റ്റ് സൈഡിൽ എടുത്തിരിക്കുന്ന അത് നമ്മുടെ പഴയ എന്താ പറയാ, എന്തായാലും പറയാ, നമ്മളാ ജട്ടികൾ പകരം ചുറ്റുന്ന സാധനം ഉണ്ടല്ലോ, കോണകം. കോണകം ടൈപ്പിൽ ചുറ്റിക്കുന്ന സാധനം. കോണകാണെന്നല്ല പറഞ്ഞ കേട്ടോ, എനിക്കത് കറക്റ്റ് പേര് കിട്ടുന്നില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതുമല്ല, ഇതിനും അപ്പുറം അതുക്കും മേലെ ഒരു സംഭവം എന്താ വെച്ചാൽ, ഇൻ സിനിമാസ് April 2024 വേൾഡ് വൈഡ്. ഏപ്രിൽ സിനിമ റിലീസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. സോ ഏത് ഡേറ്റാ വരിക എന്നുള്ളത് ഒരു ഒരു സംശയമാണ്. സോ ഇതൊരു പാരന്റ്സ് പോട്ടെ, GV പ്രകാശാണോ അതിൽ ചെയ്യുന്നത്? അതെ, GV പ്രകാശാണ് ചെയ്യുന്നത്. ആൻഡ് ക്യാപ്റ്റൻ മില്ലറിൽ പുള്ളിക്കാരൻ എന്താണ് ചെയ്തു ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. സോ GV പ്രകാശിന്റെ മ്യൂസിക്, പാരന്റ്സിന്റെ ഡയറക്ഷൻ, ചിയാൻ വിക്രത്തിന്റെ അഭിനയം, എല്ലാം കൊണ്ടും ഒരു വണ്ടർ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു സിനിമ. സോ ഏപ്രിലാണ് റിലീസ് എന്നുള്ളത് കൊണ്ട് വന്ന പ്രോബ്ലം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതിന്റെ താഴെ തന്നെ നിങ്ങൾ കമന്റ് എടുത്തു പോയി കഴിഞ്ഞാൽ അത് സ്റ്റുഡിയോ ഗ്രീൻ അതിന്റെ അതിൽ വന്ന പോസ്റ്റ് അല്ല, അത് ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സോ അതിന് താഴെ വന്നിരിക്കുന്ന കമന്റ്സിൽ ഒരു 2-3 കമന്റ് ഉണ്ട്. എല്ലാ കമന്റ് ഇതാണ്: ഡേ ബുണ്ട. ഈ ബുണ്ട എന്ന് പറഞ്ഞാൽ പച്ച തെറിയാണോ എന്ന് എനിക്കറിയില്ല, ആണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, അറിയാത്തതുകൊണ്ടാണ്. ഇനി തമിഴിൽ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല. എനിവേ,
ജാനുവരി ரிலீஸ்னு சொன்ன தங்கலான் சம்மருக்கு போச்சு. சம்மர்னு சொன்ன கங்குவா எப்படா ரிலீஸ் பண்ண போகுது? பண்ணுവ അപ്പി. അപ്പോന്നായിരിക്കും. അപ്പി നമുക്കറിയുന്ന ഒരു അപ്പി, എന്തൊരപ്പി? ആ അപ്പിയാണ്. പിന്നെ വേറൊരു അപ്പി ഉണ്ട്, അത് വേറെ അപ്പി. സോ ഇങ്ങനൊരു സംഭവത്തിലുണ്ട്. സംഭവം കറക്റ്റാണ്. ജനുവരി റിലീസ് എന്ന് പറഞ്ഞിരുന്ന സിനിമ സമ്മർക്ക്, അതായത് ഏപ്രിൽ, സമ്മർ ആണോ, എനിവേ ഏപ്രിലേക്ക് മാറ്റി. സമ്മർ എന്ന് சொன்ன കങ്കുവ, അതായത് ഏപ്രിൽ എന്ന് പറഞ്ഞ കങ്കുവ എപ്പോഴാ റിലീസ് വന്നത് പറയുന്നത്. അപ്പൊ ഏപ്രിലാണ് റിലീസ് കങ്കുവ പറഞ്ഞിരുന്നു. അപ്പൊ അത് പോസ്റ്റ്പോൺ ചെയ്തോ ഒന്നും അറിയില്ല. നെക്സ്റ്റ് അതിന് തൊട്ടതായ വെയിറ്റിംഗ് ഫോർ കങ്കുവ, കുറേ തീ. അപ്പൊ കങ്കുവ പോസ്റ്റ്പോണ്ട്. ഡോൺ പോസ്റ്റ്പോൺ കങ്കുവ ഫ്രം ഏപ്രിൽ. കങ്കുവ റിലീസ് മാറ്റി വെച്ചോ. മലയാളിടാ എങ്ക പൊച്ച എങ്ക പത്താലും നീ പറയല്ലേ. ഏത് വർഷം താഴെ നോക്കി കഴിഞ്ഞാലും മലയാളികൾ ഉണ്ടാവുമല്ലോ. സോ ഇതിൽ മലയാളിയും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ കങ്കുവ മാറ്റി വെച്ചോ. ഇത് തന്നെയാണ് എല്ലാവരുടെയും ഡൗട്ട്. അതായത് തങ്കലാൻ സിനിമ ശരിയാണ്, ഞാൻ കാത്തിരിക്കുന്ന സിനിമയിൽ ഈക്വൽ ആണ്. ഏതാണ് ഏറ്റവും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കങ്കുവ ആയിരിക്കാം. പക്ഷെ തങ്കലാന്റെ പെർഫോമൻസും സംഭവങ്ങളും അതിന്റെ ഒരു ക്ലാസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കങ്കുവ അത്രയും എക്സൈറ്റഡ് ആയിട്ട് കാണുന്ന ഒരു പുതിയൊരു സാധനം കാണുന്നുള്ള പ്രതീക്ഷയുള്ള സാധനമാണ്. തങ്കലാൻ ഒരു പുതിയ സാധനം. കങ്കുവയും ഓൾറെഡി അങ്ങനെയാണ്, പക്ഷെ അവിടെ നടിപ്പിൻ നായകൻ എന്നുള്ളൊരു ഇത് കുറച്ചും കൂടി കൂടുതലുണ്ട്. അപ്പൊ എനിവേ എല്ലാവരും ഈ ഏറ്റവും കൂടുതൽ കാത്തിരിക്കണം അപ്പൊ കങ്കുവയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എനിവേ ഈ കങ്കുവ മാറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഇതിന്റെ കമന്റിന് താഴെ തന്നെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഏപ്രിൽ റിലീസ് ഇത് പ്രഖ്യാപിച്ചാൽ കങ്കുവ അപ്പൊ മാറ്റി വെക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ്. അതിനൊരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല, ക്ലാരിഫിക്കേഷൻ ഇതുവരെ തന്നിട്ടുമില്ല ഒഫീഷ്യലി. സോ എന്തായിരിക്കും, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്കൊരു ഐഡിയ ഇല്ല, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. സോ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കങ്കുവിന്റെ റിലീസ് ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടോ, അതോ ഇനി എന്താണ്, രണ്ടും ഏകദേശം ഏപ്രിൽ തന്നെ റിലീസ് ചെയ്യോ, അത് ആദ്യ വാരം ലാസ്റ്റ് വാരം അല്ലെങ്കിൽ ഡേറ്റ് ഒരു 4-5 ദിവസം വ്യത്യാസത്തിലും ആയിരിക്കും. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യരുത്. കാരണം അല്ല, ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഒരു ഡേ റിലീസ് ചെയ്യാതിരുന്നാൽ മതി, അല്ലെങ്കിൽ 2 ഡേന്റെ ഗ്യാപ്പിൽ റിലീസ് ചെയ്യാതിരുന്നാൽ മതി. കാരണം ഈ 2 സിനിമയും അത്തരത്തിൽ ഭയങ്കരമായുള്ള സിനിമയായിരിക്കും. സോ ഒരു സിനിമ ഇറങ്ങി ഒരു 4-5 ദിവസമെങ്കിലും ആ സിനിമയെ കുറിച്ച് സംസാരിക്കാനുള്ളത് ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അത്തരത്തിൽ ആ സിനിമ കണ്ട് മേ ബി റീവാച്ചബിൾ ആയിരിക്കാം, വീണ്ടും നമുക്ക് കാണാൻ തോന്നുന്ന സാധനങ്ങളായിരിക്കും കങ്കു ആണെങ്കിലും തങ്കലാണെങ്കിലും. സോ അത്തരത്തിൽ കണ്ട് അത് ശരിക്കും എൻജോയ് ചെയ്ത് അതിനെക്കുറിച്ച് സംസാരിച്ച് അതിന്റെ ഒരു സക്സസ് മീറ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ എന്തെങ്കിലും ഒരു പ്രസ് മീറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ വന്നു ആ ഡിസ്കഷനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം അടുത്ത സിനിമ വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം രണ്ടും എക്സ്ട്രീം ലെവൽ ഒരു ഒരു ഞെട്ടിക്കൽ അത് നമുക്ക് തരാൻ, അല്ലെങ്കിൽ മാജിക്കൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമ ആയിരിക്കും തന്നെയാണ് എന്റെ പ്രതീക്ഷ. സോ ഈ ഡേറ്റ് തമ്മിൽ ക്ലാഷ് ആവോ അതോ എന്താണെന്നുള്ളത് ഒരു പിടിയില്ല. രണ്ടും സ്റ്റുഡിയോ ഗ്രീൻ തന്നെ ആയതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അതിനൊരു ഒരു ഐഡിയ കണ്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഏപ്രിൽ റിലീസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്ത് മറ്റൊരു ഒരുപാട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചാൽ ഉണ്ടാകുന്ന ദുഃഖം, ആ ഭാരം വലുതാണെന്ന് സ്റ്റുഡിയോ ഗ്രീനിൽ ആരും കാണില്ല എന്നുണ്ടെങ്കിലും ഞാൻ അറിയിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ.